ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ തൃശ്ശൂർ പൂരം ഏപ്രിൽ 26-നാണ്. ഏപ്രിൽ 20-നാണ് കൊടിയേറ്റം. അപ്പോൾ നമുക്ക് പൂരം സ്പെഷ്യൽ എക്സിബിഷൻ ഒന്ന് കണ്ടാലോ? എക്സിബിഷനിൽ കുറേയൊക്കെ കോമൺ ഐറ്റംസ് ആയിരിക്കും, എന്നാലും ഓരോ കൊല്ലവും പുതിയതായിട്ടുള്ള സ്റ്റോളുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ എന്താണെന്ന് അറിയാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മൾ കാണാൻ പോണത്. ഇത്തവണ എൻട്രൻസിൽ നമുക്ക് മടക്കുന്നാഥ ക്ഷേത്രം കാണാം കേട്ടോ. അതിൻ്റെ സൈഡിൽ ദേവിയുടെ ഫോട്ടോസൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 50 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ടാണ് അകത്തേക്ക് കയറുന്നത്. 3 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ടിക്കറ്റ് വേണം. കയറി ചെല്ലുമ്പോൾ തന്നെ എല്ലാ തവണത്തെയും പോലെ നമ്മുടെ ബെഡ്ഷീറ്റ്, കാർപ്പറ്റ്, പില്ലോ കവറ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉള്ള ആ ഒരു ഏരിയ ആണ് കേട്ടോ. നല്ല വെറൈറ്റീസ് ഓഫ് ഐറ്റംസ് നമുക്കവിടെ കാണാം. പല കളറിലും നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെ തന്നെയാണ് കേട്ടോ. ഇതെല്ലാ കൊല്ലം നമ്മൾ കാണുന്നതല്ലേ. അത് കഴിഞ്ഞ് അങ്ങോട്ട് കടക്കുമ്പോൾ കുട്ടികളുടെ സെക്ഷനാണ്. കളിപ്പാട്ടങ്ങളുടെ ഏരിയയാണ്. കുറേ അധികം കളിപ്പാട്ടങ്ങൾ. അപ്പോൾ കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ എന്തായാലും അവിടെ ഒന്ന് സ്റ്റക്കാവും. ഇവിടെയും അങ്ങനൊരു പിടിച്ചുവലി ഉണ്ടെങ്കിലും നമ്മൾ വേഗം നമ്മുടെ ഏരിയയിലേക്ക് കടന്നു. കുറേ കമ്മലുകളുള്ള സെക്ഷൻ. ഏത് എടുത്താലും 50 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. അത് നല്ല ലാഭത്തിനാണ് കേട്ടോ ആ കമ്മലുകൾ നമുക്ക് കിട്ടുക. ഞങ്ങളും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങോട്ട് കടക്കുമ്പോൾ ക്യാപ്പ്, മഫ്ലർ, കണ്ണടകൾ, വാച്ച്, ആ ഒരു സെക്ഷൻ. പിന്നെ കുറച്ച് എസ്തെറ്റിക് ഐറ്റംസ് ആയിട്ടുള്ള ഹാങ്ങിങ്സ്, പിന്നെ ഗ്ലാസ്സുകൾ പറയുമ്പോൾ 4 എണ്ണം എടുത്താൽ 100, ആ ഒരു സെക്ഷൻ. പിന്നെ അങ്ങോട്ട് വീണ്ടും നമുക്ക് പറ്റിയ ഏരിയ ആണ്. കുറേ ഡ്രസ്സുകൾ, ഷോള്, ടോപ്പ്, കുർത്ത, പലാസോ, അങ്ങനെ കുറേ ഐറ്റംസ്. അതിൽ ഓഫർ പ്രൈസും ഇട്ടിട്ടുണ്ട് കേട്ടോ അവർ. പിന്നെ അങ്ങോട്ട് പിന്നെയും കമ്മലിൻ്റെ സെക്ഷൻ കണ്ടു. 20, 30, 40 റേറ്റ് എഴുതിയേക്കണം. പക്ഷെ അങ്ങോട്ട് കടന്ന് ചെല്ലുമ്പോൾ മനസ്സിലാവും അതിലും നമ്മളെ അങ്ങോട്ട് ആകർഷിക്കാനുള്ളൊരു തന്ത്രം മാത്രമാണത്. പക്ഷേ ഞങ്ങൾ ഫസ്റ്റ് കണ്ട ഏരിയ അത് കറക്റ്റ് 50-ൻ്റെ മാത്രമായിരുന്നു. പിന്നെ ഇവിടെ അത് കഴിഞ്ഞും കുറേ ടോയ്സിൻ്റെ സെക്ഷൻ. ആ ഒരു ഏരിയ കടന്നു പോകാനാണ് നമ്മൾ കുറച്ച് പ്രയാസപ്പെടുക. കാരണം നമ്മൾ കുട്ടികളെ കൊണ്ട് പോകുമ്പോഴാണ് അവരങ്ങോട്ടൊരു വലിവ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതൊന്ന് കടന്നെത്താൻ ഇച്ചിരി പ്രയാസപ്പെടും. പിന്നെ കുറേ ബാഗുകളുടെ സെക്ഷനാണ്. നമുക്ക് ആവശ്യമില്ലെങ്കിലും അതൊക്കെ കാണുമ്പോൾ അറിയാതെ നമ്മളൊന്ന് പോയി വില ചോദിച്ചു പോവും. അങ്ങനെ ഞങ്ങളൊരു ബാഗിൻ്റെ റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 1600 പറഞ്ഞു. ഞങ്ങളത് വാങ്ങാണ്ട് തിരിഞ്ഞപ്പോൾ തന്നെ 1600 എന്നുള്ളത് അവർ 1000 ആക്കി തന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര കുറവിന് നമുക്ക് കിട്ടും എന്നുള്ളത്. തൊട്ട് പിന്നാലെ ചെരുപ്പിൻ്റെ സെക്ഷനായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ മിഠായികളുടെ സെക്ഷനാണ്. പഴയതും പുതിയതുമായിട്ട് കുറേ അധികം മിഠായികളുണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ഇതായി പുളിമിഠായിയാണ്. പുളിജാം എന്ന് പറയില്ലേ, ആ ഒരു ഐറ്റം. തൊട്ടടുത്ത സ്റ്റോളിലും ഞങ്ങളൊന്ന് സ്റ്റക്കായി. കാരണം അവിടെ കുറേ പേനകൾ, പല ടൈപ്പ് പേനകളൊക്കെ ഉള്ള ഏരിയ ആയിരുന്നു. പിന്നെ ആ എറിഞ്ഞു പൊട്ടിക്കുന്ന എറിപടക്കം, അങ്ങനെ കുറേ സാധനം. അപ്പോൾ അവിടെ നിന്നിട്ട് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ട് പിന്നെ അങ്ങോട്ട് കടന്നപ്പോൾ ചവിട്ടികൾ, കാർപ്പറ്റുകൾ, അങ്ങനത്തെ ഒരു സെക്ഷനായിരുന്നു. അതിൻ്റെ പിന്നാലെ തന്നെ കുറേയധികം ഡ്രസ്സുകളാണ്. ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് പോയതുകൊണ്ട് തന്നെ, പിന്നെ ഞങ്ങൾ 2 ആളുള്ളൂ, ഞാനും അനിയത്തിയും പിന്നെ എൻ്റെ കുഞ്ഞും കൂടെയാണ് പോയത്. അതുകൊണ്ട് അധികം ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. അവന് ഒട്ടും ക്ഷമയുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ്റെ ഏരിയയും കൂടി അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ചുമ്മാ നോക്കി പോകേണ്ട അവസ്ഥയായിരുന്നു. നല്ല നല്ല ഡ്രസ്സുകൾ നമുക്ക് റേറ്റ് കുറവിന് തന്നെ കിട്ടും കേട്ടോ. ബാർഗെയിൻ ചെയ്യാനുള്ള കഴിവും കൂടി ഉണ്ടെങ്കിൽ സെറ്റാണ്. നല്ല രീതിയിൽ നമുക്ക് നല്ല നല്ല ഡ്രസ്സുകൾ അവിടെ നിന്ന് കുറവിന് എടുത്തിട്ട് പോരാം. ഇച്ചിരി സമയം എടുത്ത് നോക്കി പർച്ചേസ് ചെയ്യേണ്ട ഏരിയയാണ് അത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടേക്ക് അധികം ടൈം സ്പെൻഡ് ചെയ്യാണ്ട് അടുത്ത ഏരിയയിലേക്ക് കടക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാനായിട്ടല്ല, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു പോന്നു, അത്രയേ ഉള്ളൂ. അധികം ഐറ്റംസ് വാങ്ങാനൊന്നും നിന്നിട്ടില്ല. പകരം നമ്മൾ ഫുൾ ഫാമിലി ആയിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരമൊക്കെ നിന്ന് നല്ല രീതിയിൽ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം. ടൈമും കിട്ടുമല്ലോ. പക്ഷെ ഇത് അതിനുള്ള സമയം കിട്ടിയില്ല. ഈ ഫ്ലോർ മിക്സറിൻ്റെയൊക്കെ സ്റ്റോളുകളാണ് കോമൺ അല്ലാണ്ട് ഉള്ള 1-2 ഐറ്റംസിൽ പെടുന്നത്. ബാക്കിയൊക്കെ കോമൺ തന്നെയാണ്. ഇപ്പോൾ പിന്നെയും തൊപ്പികൾ, കണ്ണടകൾ, അങ്ങനത്തെ സെക്ഷൻ, വാച്ച്, ബെൽറ്റ്, അങ്ങനത്തെയൊക്കെ സെക്ഷൻ, ഇതൊക്കെ എല്ലാ കൊല്ലം ഉള്ളത് തന്നെയാണ്. പിന്നെ വിത്തുകൾ 20 രൂപയ്ക്കാണ് കേട്ടോ. പിന്നെ ഇവിടെ ചപ്പാത്തി മേക്കറിൻ്റെ സ്റ്റോളുണ്ട്. അത് ലൈവായിട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് സാധാ ചപ്പാത്തി ആണെങ്കിൽ ഇതുപോലെ ചെറിയ കുമ്പിളുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ടിട്ട് അടച്ചു വെക്കാം. ടിവിയിലൊക്കെ നമ്മൾ പുറത്തെ പോലെ പൊങ്ങി വരുന്ന ചപ്പാത്തി ആണെങ്കിൽ നമ്മൾ 2 സെക്കൻഡ് ഇതുപോലെ ഡീപ്പായിട്ടില്ല. അപ്പോൾ മുകളിൽ 40% ഫ്രീ ആയിരിക്കണം. പിന്നെ കത്തികളുടെ സെക്ഷൻ നമ്മൾ സ്ഥിരം വാങ്ങാറുള്ളതാട്ടോ കത്തികൾ ഇവിടെ നിന്ന്. പിന്നെ വിത്തുകൾ പിന്നെയും 20 രൂപയ്ക്ക് തന്നെയുള്ളൂ ഇവിടെയും.
2 സ്റ്റാൾ വിത്തുകളുടെ ഉള്ളിടത്തും 20 രൂപയുടെ തന്നെയായിരുന്നു. കുറേ അധികം വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അവിടെ. പിന്നെ അങ്ങോട്ട് കടക്കും ഹോട്ട് വാട്ടർ ബാഗ്, ഹോട്ട് വാട്ടർ മാത്രമല്ല കോൾഡ് വാട്ടറും ഇടാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ബ്ലോക്ക് പെന്നിൻ്റെ സെക്ഷൻ, സൺസ്ക്രീൻ, ബഞ്ചാരാസിൻ്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സും കഴിഞ്ഞ കൊല്ലമൊക്കെ ഉണ്ടായതൊക്കെ തന്നെ. അവിടെ സൺസ്ക്രീന് 1+1 ഓഫറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ വീണ്ടും ടോയ്സിൻ്റെ സെക്ഷനാണ് ഫുള്ള് ശരിക്കും പറഞ്ഞാൽ, അത്ര അധികം ഉണ്ട്. പിന്നെ വീണ്ടും ഡ്രസ്സുകളുടെ സെക്ഷനാണ്. അത് കഴിഞ്ഞിട്ട് സ്റ്റാൻഡുകളുണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് ഗുജറാത്ത് സ്നാക്സ് എന്ന് പറഞ്ഞിട്ട് പലതരത്തിലുള്ള സ്നാക്ക് ഐറ്റംസാണ് അവിടെ നിരത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് കഴിച്ച് നോക്കിയിട്ടൊക്കെ വാങ്ങാം കേട്ടോ. പിന്നെ പല ഫ്ലേവറുള്ള പപ്പടങ്ങളുടെയും പാക്കറ്റുകളൊക്കെ അവിടെ അവൈലബിൾ ആയിരുന്നു. പിന്നെ അങ്ങോട്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമില്ല, പ്രധാനമായിട്ട് അടുക്കളയിലേക്ക് ആവശ്യമുള്ള കുറേയധികം ഐറ്റംസ്, കത്തികളടക്കം കുറേയധികം ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. കത്തികളാണ് അവിടുത്തെ ഹൈലൈറ്റ്. മൂർച്ചയേറിയ പാലക്കാടൻ കത്തികൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ എഴുതി വെച്ചേക്കണ കാണാം. പിന്നെ അങ്ങോട്ട് കടക്കുമ്പോൾ മിഠായികളുടെ സെക്ഷനാണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ പഴയകാല മിഠായികളും പുതിയ മിഠായികളൊക്കെ ആയിട്ട് ഒരു വലിയൊരു സെക്ഷൻ തന്നെ അവിടെ ഉണ്ട്. കൂടുതലും പഴയകാല മിഠായികളാണ്. തൊട്ടപ്പുറത്തൊരു കുട്ടി ഇരുന്നിട്ട് പറയണ കേട്ടോ കൂട്ടാ. കുത്താമ്പുള്ളിയിൽ എത്തുകട. മുതിർന്നവർക്ക് പകരം ചെറിയ കുട്ടികളൊക്കെ അങ്ങനെ പറയുമ്പോൾ നമുക്ക് കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നും. അടുത്തത് ഹൽവകളുടെ സെക്ഷൻ കേട്ടോ. കുറേ തരം ഹൽവകൾ, വെറൈറ്റി ഹൽവകൾ, പിന്നെ പുസ്തകങ്ങൾ, വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കുറേ പറ്റിയ ഏരിയയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഐസ്ക്രീം സ്റ്റോൾ വന്നത്. അവിടെ കുറേ പേര് നിരന്നിരുന്ന് ഐസ്ക്രീം കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പതിയെ അവിടെ നിന്ന് അങ്ങോട്ട് കടന്ന് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അവിടെ കുഞ്ഞം പിടിച്ചിരുത്തുന്നു. അപ്പം അങ്ങോട്ട് കടന്നപ്പോൾ പിന്നെ മൊബൈലിൻ്റെ കേസും കവറൊക്കെ ആയിട്ടുള്ളൊരു ഏരിയ. പിന്നെ ഉള്ളത് മൈസൂർ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോള്. പിന്നെ പൊട്ടുകൾക്ക് വേണ്ടി തന്നെ വലിയൊരു സെക്ഷൻ തന്നെ ഉണ്ട് അവിടെ. അത് കഴിഞ്ഞിട്ടാണ് അപ്പുറത്തോട്ട് ജേഴ്സികളുടെ സെക്ഷൻ വരുന്നത്. കുഞ്ഞിന് ഓൾറെഡി 3-4 ഉള്ള കാരണം ഞങ്ങൾ പിന്നെ അവിടെ നോക്കിയില്ല. പിന്നെ തൊട്ടപ്പുറത്ത് ഹെയർ ഓയിലിൻ്റെ സെക്ഷനായിരുന്നു. ടിക്ടോക്കിലൊക്കെ ഫെയിമായിരുന്ന ഡിവിൻ പ്രഭാകറിൻ്റെ ഹെയർ ഓയിലിൻ്റെ സെക്ഷൻ. പിന്നെ കുറേ സ്റ്റേഷനറി ഐറ്റംസുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ കുറേ ഐറ്റംസുള്ള ഒരു ഏരിയ ആയിരുന്നു. അവിടെ 3 മുറത്തിന് 100 രൂപ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ കിച്ചൺ ഐറ്റംസൊക്കെ 20-30 രൂപയ്ക്കുള്ള കുറേ ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് 1-2 സ്റ്റോളുകളൊക്കെ ഓപ്പൺ ആവാതെയും കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെയും ഡ്രസ്സുകളുടെ സ്റ്റോളുകളാണ്. തൊട്ടടുത്തായിട്ട് 2 എണ്ണം ഉണ്ടായിരുന്നു. അതിനടുത്തായിട്ട് തന്നെ പാലിയേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ രോഗികൾക്കുള്ള ഡൊണേഷൻ എന്നുള്ള രീതിയിൽ അവർ അവിടെ ഒരു സ്റ്റോൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ അവർക്ക് ഒന്ന് ഡൊണേറ്റ് ചെയ്യാം. പിന്നെ തൊട്ടപ്പുറത്ത് ജ്യൂസിൻ്റെ സ്റ്റോള്, അത് ഈ ചൂട് സമയത്ത് നമുക്ക് അത്യാവശ്യമാണല്ലോ. പിന്നെ വീണ്ടും എസ്തറ്റിക് ആയിട്ടുള്ള കുറേ ഐറ്റംസ്. അതിൻ്റെ ഇടയിൽ നമ്മൾ കൃഷ്ണനെയൊക്കെ കണ്ടു കേട്ടോ. നല്ല നല്ല ഭംഗിയുള്ള കുഞ്ഞു കൃഷ്ണനും വലിയ കൃഷ്ണനൊക്കെ ആയിട്ട്. പിന്നെയും ഇത് കണ്ടോ, സ്റ്റോളുകൾ ഓപ്പൺ ആവുന്നുള്ളൂ. പൂരടുപ്പിച്ച് എന്തായാലും എല്ലാം ഓപ്പൺ ആവും. പിന്നെ കുറച്ച് നാട്ടുമരുന്നുകളായിരുന്നു തൊട്ടപ്പുറത്തുണ്ടായിരുന്നത്, നമ്മുടെ കുഴിനഖം മാറാനും കാല് വിണ്ടുകീറൽ മാറാനൊക്കെ ആയിട്ട്. പിന്നെ വീണ്ടും കുറേ കമ്മലുകളുടെ സെക്ഷൻ, പിന്നെ കുറേ ഡ്രസ്സുകൾ, അതായത് നമ്മുടെ ഡെയിലി വെയർ ആയിട്ടുള്ള അങ്ങനത്തെ കുറേ ഡ്രസ്സുകൾക്ക് പറ്റിയ സെക്ഷൻ. 100 രൂപയ്ക്ക് ബോക്സർ പോലത്തുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഫ്ലാഗ് സീഡ്സ് അടക്കമുള്ള കുറേ സീഡ്സിൻ്റെ സെക്ഷനായിരുന്നു ഉണ്ടായിരുന്നത്. വീണ്ടും കുറേ ടോയ്സ്. തൊട്ടപ്പുറത്ത് കുറേ ഡ്രസ്സ് മെറ്റീരിയൽസാണ് അധികം. അത് കഴിഞ്ഞ് അങ്ങോട്ട് കടക്കുമ്പോഴാണ് കണ്ണ് മഞ്ഞളിപ്പിക്കുന്ന രീതിയിൽ കുറേ ഓർണമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ വളകളാണ് കേട്ടോ. കൂടുതലും വളകൾ മാത്രമേ ഉള്ളൂ. കുറേ അധികം വളകളുടെ സെക്ഷൻ അത് കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു കേട്ടോ ഈ ഏരിയയിൽ തന്നെ ആയിട്ട്, നല്ല ഹെവി ആയിട്ടുള്ളത്. പിന്നെ പിക്കിൾസ്, ലോ സോൾട്ട് പിക്കിൾസ് എന്നൊക്കെ പറയുന്നുണ്ട്, രാജസ്ഥാനി പിക്കിൾസ് നിറച്ചിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് സ്റ്റോളുകൾ. ഇനിയും കുറേ അധികം ഉണ്ട്. പക്ഷെ കണ്ടത് എല്ലാം ഒട്ടുമിക്ക സ്റ്റോളുകളും കോമൺ ആയിട്ട് വർഷങ്ങളായിട്ടുള്ള സ്റ്റോളുകളാണ്. 1-2 അല്ലെങ്കിൽ വളരെ കുറച്ചാണ് പുതിയതെന്ന് നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ ബാക്കി നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ.
നാടൻ പരിപ്പേട്ട കൈകൊണ്ട് തല്ലുന്ന പരിപ്പ് അത് 180 ഗ്രാം. നോക്കിയാലല്ല അറിയുള്ളൂ എങ്ങനെയാണ് ഏത് മിഠായി ചോദിക്കണേ മതി നോക്കിയേ സൂപ്പറായിട്ടില്ലേ കണ്ട് കണ്ണാ വാങ്ങിപ്പോ ഡിസ്പ്ലേ ചാർജിംഗ് കണക്ടർ സ്പീക്കർ മൈക്ക് കംപ്ലീറ്റ് സർവീസ് ചെയ്യും മൊബൈൽ ടെക്നോളജി കോഴ്സ് അഡ്മിഷൻ അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനിയും കുറേ ഏരിയയും കൂടി ഉണ്ട് കവർ ചെയ്യാൻ. ഞങ്ങളതൊന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എക്സൈസ്, കേരള പോലീസ് ആ ഒരു സെക്ഷൻ കുറച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.